ഹായ്, ക്വാഡ്രാറ്റിക് ട്രൈനോമിയൽസ് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും കോഎഫിഷ്യൻ്റ് ആയിട്ടൊരു നമ്പർ വരികയാണെങ്കിൽ ഉള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ്. നേരത്തെ ചെയ്തത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലെ നമ്പർ എത്രയാണെന്നുള്ളതാണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണെന്നുള്ളതാണ്. 2 ആണ്. ഈ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ എക്സിൻ്റെ ഫ്രണ്ടിലും, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും അവസാനത്തെ നമ്പർ ടേമും ഒന്ന് നോക്കുക. ശരിയല്ലേ? 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഈ 10ഉം 8ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2നെ ഇനി പുറത്തെടുക്കുക. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 എന്ന് എഴുതാം. അതെങ്ങനെ വന്നു? 10x എന്ന് പറഞ്ഞാൽ 2 × 5 ആണ് 10, 2 × 4 ആണ് 8. ഇവിടെ രണ്ടിടത്തും നമ്മൾ 2 കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 5x എന്നും 4 എന്നും വരും. ശരിയല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ആ ഒരു പോളിനോമിയൽ ആയില്ലേ, ആ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആയിട്ടുള്ളൊരു ഇതായിട്ട് മാറിയില്ലേ. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സൈഡിലോട്ട് മാറ്റി നമുക്കിത് ചെയ്യാം. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക, അത് കണക്കന്നെ ലാസ്റ്റിലത്തെ നമ്പർ ടൈം നോക്കുക. അപ്പോൾ ലാസ്റ്റിലത്തെ നമ്പർ ടൈം എത്രയാണ്? 4 ആണ്. ഓക്കെ, 4 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടുന്ന നമ്പേഴ്സ് നോക്കുക, 1ഉം 4ഉം. അതേപോലെ -1ഉം -4. ശരിയല്ലേ? പിന്നെയോ 2ഉം 4ഉം. അതേപോലെ തന്നെ -2ഉം -4ഉം. ഇത് മൾട്ടിപ്ലൈ ചെയ്താലും 4 കിട്ടും. വേറെ ഒന്നുമില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ ഇനി നോക്കേണ്ടത് ആഡ് ചെയ്താൽ -5 കിട്ടുന്നത് ഏത് സെറ്റാണെന്ന് നോക്കുക. 4 1 കൂട്ടിയാൽ 5 കിട്ടുന്നത്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. -1 -4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -5 കിട്ടും. സോ -1 -4 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഇനി എങ്ങനെ ചെയ്യും? ഈ 2 അവിടെ കടന്നോട്ടെ. എക്സ് സ്ക്വയർ ഇതിനെ റീറൈറ്റ് ചെയ്യാം. -1x -4x പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, അതിനുശേഷം ഇതാണ്ട് ഇതിന് രണ്ടിനെ രണ്ടായിട്ട് എടുക്കണം. അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഇത് രണ്ടിനെ രണ്ടായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോമൺ എടുക്കുക. കോമൺ എടുക്കാൻ പറ്റുന്നത് കോമൺ എടുക്കുക. അപ്പോൾ 2 അവിടെ കിടന്നോട്ടെ. ഇവിടെ എന്ത് കോമൺ എടുക്കാം? എക്സ് കോമൺ എടുക്കാം. ബാക്കി എന്ത് വരും? x -1. ഓക്കെ, ഇവിടെ നമുക്ക് -4 കോമൺ എടുക്കാം. അപ്പോൾ ബാക്കി എന്ത് വരും? x -1. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ x -1 വന്നു എന്നറിയാമല്ലോ. മൈനസ് എങ്ങനെ വന്നു എന്നറിയാമല്ലോ. -4നെ നമ്മൾ കോമൺ എടുത്തത്. അപ്പോൾ അകത്ത് 2 -× ആണ് പ്ലസ് എന്ന് ഓർക്കുക. അല്ലെങ്കിൽ 2 മൈനസ് വരുമ്പോഴാണ് ഒരു പ്ലസ് എന്നൊക്കെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് ചെയ്യാം. -4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +4 ആവും. അപ്പോൾ -4നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എന്താവുള്ളൂ? +4 ആവുള്ളൂ. അപ്പോൾ അങ്ങനെയും വിചാരിക്കാം. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കോമൺ ആയിട്ട് എടുക്കുക. ഓക്കെ, അത് രണ്ടും കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം നമുക്ക്. 2 × x -1 × x -4. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. വേണമെങ്കിൽ നമുക്കിതിനെ ഈ 2നെ ഈ എക്സിൻ്റെ ഫ്രണ്ടിൽ കൊടുത്ത് 2x -1 × x -4 എന്നും എഴുതാം. അതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ഒരു പ്രോബ്ലം ഓക്കെ ആണല്ലോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലമാണ് -3x² + 15x - 18 എന്നുള്ളത്. നമുക്ക് ഈ പ്രോബ്ലം വീണ്ടും ഒന്ന് എടുത്ത് -3x² + 15x - 18. നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? -3. ഈ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ ഇതെന്ന് നോക്കുക. ആണല്ലോ, ശരിയല്ലേ? 15ഉം -18ഉം 3ൻ്റെ മൾട്ടിപ്പിളാണ്. സോ നമുക്ക് -3 പുറത്തെടുക്കാം. ബാക്കി x² പ്ലസ് വരില്ല കേട്ടോ. അവിടെ എന്തുകൊണ്ടാണ് പ്ലസ് വരാത്തതെന്ന് പറഞ്ഞുതരാവേ. -5x + 6 വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നോക്കൂ. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മൈനസ് അങ്ങ് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? മൈനസായിരുന്നു. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ്സും ഒരു മൈനസും ആണ്. ഇതിനകത്തുനിന്ന് മൈനസ് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് വരും? പ്ലസ് വരും എന്ന് ഓർക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മൈനസ് നമ്പറിനെ കോമൺ ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അകത്തുള്ള സൈനുകളെല്ലാം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യുമെന്ന് ഓർത്ത് വെച്ചേക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈഡിലേക്ക് മാറ്റി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ 6 ആണല്ലോ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുന്ന നമ്പേഴ്സ് പറയാം. എന്തൊക്കെയാണ്? 1ഉം 6ഉം. പിന്നെയോ -1ഉം -6ഉം. അതുപോലെ തന്നെ 2ഉം 3ഉം. -2ഉം -3. അടുത്തത് വേറെ ഒന്നുമില്ല. ഈ 4 പെയറേ ഉള്ളൂ. ഇതിനകത്ത്
നമ്മൾ നോക്കേണ്ട എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടുന്ന പെയർ ഏതാണെന്ന് നോക്കുക. അതാണ്ട് ഇതാണ് ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടുന്ന പെയർ. ഓക്കെ അല്ലേ? അപ്പോൾ റീറൈറ്റ് ചെയ്യാമല്ലോ, ഇയാളെ റീറൈറ്റ് ചെയ്യാമല്ലോ. അതങ്ങോട്ട് നോക്കും, -3 × x² -2x -3x + 6. ഓക്കെ അല്ലേ? ഇനി ഇതാണ്ട് ഇതൊരു ടേമായി എടുക്കുക, കോമൺ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ -3 പുറത്തിടന്നോട്ടെ. ഇവിടെ എന്ത് കോമൺ എടുക്കാം? നമുക്ക് എക്സ് കോമൺ എടുക്കാം. എന്ത് വരും? x - 2 എന്ന് വരും. ഇവിടെ -3 കോമൺ എടുത്തു കഴിഞ്ഞാലും അവിടെ x - 2 എന്ന് വരും. എന്തുകൊണ്ടാണ് -1 എന്നുള്ളത് അറിയാമല്ലോ, നേരത്തെയും പറഞ്ഞു. ഇനി ഇതാണ്ട് ഇവർ രണ്ടുപേരെ എന്ത് ചെയ്യാം? നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? -3 × x - 2 × എന്താണ്? x - 3 എന്ന് വരും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഈ -3 ഫ്രണ്ടിലോട്ട് കൊടുത്ത് -3x - 2 × x - 3 എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം ഓക്കെ ആണല്ലോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 4x² - 8x - 96. ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ ഈ 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ ഇത് രണ്ടും, ഈ രണ്ട് നമ്പറും. അതെ, അപ്പോൾ 4 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x² - 2x - 2 4s are 8 4 4s are 6 24 × 4 ആണ് എന്ത്? 96. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -24 വരുന്ന നമ്പേഴ്സ് വേണം നമുക്ക്. -24 വരുന്ന നമ്പേഴ്സ് നോക്കാം. നമുക്ക് 1ഉം -24 എടുക്കാം, -1ഉം 24 എടുക്കാം. അടുത്തത് 2ഉം -12 എടുക്കാം, -2ഉം 12 എടുക്കാം. പിന്നെ 3ഉം -8 എടുക്കാം, -3ഉം 8 എടുക്കാം. പിന്നെ ഏതുണ്ട്? ഇത്രയേ ഉള്ളൂ. 6ൻ്റെ നോക്കിയില്ലല്ലോ അല്ലേ? 4ഉം -6ഉം -4ഉം 6ഉം ഇത്ര ആൾക്കാരാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24 വരുന്നത്. ഇനി അവസാനത്തത് -2 കിട്ടണം അല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതാം. -2 ഇതിനകത്ത് -2 വരുന്ന പെയറുകൾ ഏതാ ഉള്ളത്? -2 വരുന്ന പെയർ കിട്ടി. ഇതാണ്ട് ഈ കിടക്കും, കിടക്കും. ഇയാളാണ് -2 വരുന്ന പെയർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യാം പറഞ്ഞോളൂ. 4 × x² + 4 -6x 4x ഉണ്ട്. -6x - 24. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിനൊരു ടേമായി എടുത്തിട്ട് കോമൺ എടുക്കാം. 4 × x × x + 4 -6 × x + 4. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് രണ്ടും കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 4 × x + 4 × x - 6. ഞാൻ നേരത്തെ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് ഈ 4നെ അകത്തോട്ട് മാറ്റി 4x + 4 × x - 6 എന്നൊക്കെ എഴുതാം. വേണമെങ്കിൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കൂ. -2x² + 4x + 30. ഇവിടെ നമുക്കൊരു -2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ x² - 2x - 15. ഓക്കെ, അപ്പോൾ -2 പുറത്തെടുത്തുകൊണ്ടാണ് അകത്തിറക്കുന്ന സൈൻ എന്ത് ചെയ്തത്? ഓൾട്ടർ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ -15 എഴുതും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 കിട്ടുന്ന നമ്പേഴ്സ് എഴുതാം. ഓക്കെ, 1ഉം -15ഉം അതേപോലെ -1ഉം 15ഉം. ഓക്കെ, 2 വരത്തില്ല. 3ൻ്റെ ടേബിൾ വരും. 3ഉം -5ഉം -3ഉം 5ഉം. പിന്നെ വേറെ ആരുമില്ല, ഇത്രയും വേറെ ഉള്ളൂ. ഇതിനകത്ത് -2 വരുന്ന പെയർസ് നോക്കാം. -2 വരുന്ന പെയർ ആരാണ്? ഇതാണ്ട് കിടക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ -2 വരുന്ന ഇവരല്ലേ ഉള്ളൂ. ഇയാളാണ് -2 വരുന്ന പെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റീറൈറ്റ് ചെയ്യാം. -2 × x² + 3x - 5x -15. ഇതിനെ ഒരു ടേമായിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 3. ഇവിടുന്ന് -5 കോമൺ എടുത്തു കഴിഞ്ഞാൽ അവിടെയും x + 3. ഓക്കെ, -5 പുറത്തെടുത്തോണ്ടാണ് ഇവിടുത്തെ സൈൻ മാറിയത്. അപ്പോൾ ഇവിടെ x + 3 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ -2 × x + 3 × x - 5. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ഒരേ മോഡൽ തന്നെയാണോ? എങ്ങനെയാണോ ചെയ്യുന്നത്, ഒരെണ്ണം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. 5x² + 5x - 30. ഇവിടുന്ന് 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? x² + 1x - 6. ശരിയാണല്ലോ? ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് -6 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 വരുന്ന നമ്പേഴ്സ്
1ഉം -6ഉം -1ഉം 6ഉം 2ഉം -3ഉം -2ഉം 3ഉം. ഓക്കെ, വേറെ ആരും ഇല്ലല്ലോ? ഇല്ല. ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ +1 വരണം. ആഡ് ചെയ്യുമ്പോൾ +1 വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ആഡ് ചെയ്യുമ്പോൾ +1 വരുന്നവരല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. അപ്പോൾ 5 × x² -2x + 3x -6. ഓക്കെ, ഇതിനെ ഒന്നായിട്ട് എടുക്കുക, കോമൺ എടുക്കുക. 5 × x × x -2 + 3 × x -2. ഇവിടെ നമുക്ക് x -2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 5 × x -2 × x + 3. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ പ്രോബ്ലവും സിമ്പിളാണ്, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6x² - 24x + 18. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? x² - 4x + 3. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടുന്ന നമ്പേഴ്സ് എഴുതണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടുന്നത് 1ഉം 3ഉം -1ഉം -3ഉം. അതേ ഉള്ളൂല്ലോ? അതേ ഉള്ളൂ. -4 കിട്ടുന്ന ഏതാ അതിനകത്ത് പേർ? ഈ -4 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. -1ഉം -3. അപ്പോൾ 6 × x² - 1x - 3x + 3. നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. x × x - 1 -3 × x - 1. ഓക്കെ, ഇവിടെയും അറിയാമല്ലോ, നമ്മൾ -3 ആണ് ഇവിടെ പുറത്തെടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ അകത്തെ സൈൻ എന്ത് ചെയ്തത്? ഓൾട്ടർ ആയത്, ചേഞ്ച് ആയത്. ഓക്കെ, 6 × x - 1 × x - 3. ഓക്കെ, സിമ്പിളാണ്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തരാണ്, ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഈ 4 ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, ആൻസർ എന്ത് ചെയ്യുക? പറയുക. ഓക്കെ, ബൈ.